ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് jQueryയിലെ സ്ക്രോൾ ടോപ്പ് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ സ്ക്രോൾ ബാർ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഈ ഭാഗത്ത് വരുന്നതിനാണ് ഇതിനെ സ്ക്രോൾ എന്ന് പറയുന്നത്. ഇത് വെർട്ടിക്കലും അതേപോലെ തന്നെ നമുക്കിത് ഹൊറിസോണ്ടലുമായിട്ട് നമുക്കിതുപോലെ സ്ക്രോൾ ചെയ്യാം. ഈ വെർട്ടിക്കൽ സ്ക്രോൾ ബാറിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ സ്ക്രോൾ ടോപ്പ് എന്നുള്ളത്. അതായത് നമുക്ക് എവിടെയാണോ ഈ സ്ക്രോളിൻ്റെ പൊസിഷൻ നിൽക്കുന്നത് അത് നമുക്ക് ഈ jQuery വെച്ചിട്ട് ആക്സസ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമുക്കത് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിവിന് ബോർഡർ 1 പിക്സൽ കൊടുത്തിട്ടുണ്ട്, സോളിഡ് അതേപോലെ തന്നെ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്, വിഡ്ത്ത് 150 പിക്സലും ഹൈറ്റ് 100 പിക്സലും ഓവർഫ്ലോ ആട്ടോ എന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തിനാണ് ഉപയോഗിക്കുക എന്നറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പോയമും കൂടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ പോയത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ക്രോൾ ബാർ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അലർട്ടിലായിട്ടാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് ഡിവ്. നമ്മളിവിടെ കൊടുത്ത ഡിവിൻ്റെ സ്ക്രോൾ ടോപ്പ് അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്കിവിടെ പിക്സലായിട്ട് കാണിച്ചു തരണം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ലൈവ് സെർവർ വെച്ച് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, നമുക്കിതിൽ സ്ക്രോൾ ഇപ്പോൾ 0-ൽ വെച്ചിട്ട് നമ്മളിവിടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട് 0th പിക്സലിലാണ് ഇതിൻ്റെ സ്ക്രോൾ നിൽക്കുന്നത്. ഇത് ഞാൻ എന്ത് ചെയ്യുന്നത്, മാക്സിമം ഇത് താഴോട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ പിക്സൽ ഇവിടെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കറൻറ്റിൽ ഇപ്പോൾ എവിടെയാണോ ഇതിൻ്റെ ഈ സ്ക്രോളിൻ്റെ പൊസിഷൻ എന്നുള്ളത് നമുക്കൊരു അലേർട്ടിൽ ഡിസ്പ്ലേ ആവുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇവിടെ ഇപ്പോൾ കാണിച്ചു തന്നത്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഇത് കുറച്ച് അധികം കാര്യങ്ങളാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇവിടെ ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിവിൻ്റെ പേരാണ് ഡെമോ. ഓക്കെ, ഈ ഡിവിന് നമുക്ക് എന്തൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതിന് ബോർഡർ കൊടുത്തിട്ടുണ്ട്, മാർജിന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ പാഡിങ് കൊടുത്തിട്ടുണ്ട്, പൊസിഷന്, വിഡ്ത്ത്, ഹൈറ്റ്, ഓവർഫ്ലോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഈ ഡിവിൻ്റെ ഉള്ളിൽ മറ്റൊരു പാരഗ്രാഫിൻ്റെ ഉള്ളിൽ മാർജിന് കൊടുത്തിട്ടുണ്ട്, പാഡിങ് കൊടുത്തിട്ടുണ്ട്, അതിന് ബോർഡറും കൊടുത്തിട്ടുണ്ട്, വിഡ്ത്തും അതേപോലെ തന്നെ ഹൈറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് jQuery നമ്മളിവിടെ ജസ്റ്റ് ടൈപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇതിൻ്റെ സ്ക്രോൾ ടോപ്പ് അതിൻ്റെ വാല്യൂ എത്രയാണോ, നമുക്ക് എവിടെയാണോ ഇതിൻ്റെ സ്ക്രോൾ വാല്യൂ സ്ക്രോളിൽ ഇന്ന പൊസിഷൻ നിൽക്കേണ്ടതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ലൈവ് സെർവർ വെച്ച് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സ്ക്രോളിൻ്റെ ഈ പൊസിഷൻ എവിടെ നിൽക്കുന്നത്, ഏറ്റവും ടോപ്പിലായിട്ട്, അതായത് ഏറ്റവും 0th പൊസിഷനാണ് നമ്മളിവിടെ കൊടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഇത് വന്ന് നിൽക്കുന്നത്. എന്നാൽ ഇതിന് പകരം ഇവിടെ കൊടുത്ത പൊസിഷന് പകരം നമുക്കിത് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് 100 ആക്കി കൊടുക്കാം. ഓക്കെ, 100 ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഒന്ന് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ഇതൊന്നും കൂടി ലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് 100 ആയിട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പൊസിഷന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതിൻ്റെ മുകളിൽ നിന്ന് 100 ആയിട്ട് 100th പൊസിഷനിലേക്കായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി 100ന് പകരം നമ്മളിവിടെ വന്ന് 500 ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ വന്ന് അത്രക്കും 500 ഭാഗത്തേക്കായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിവിടെ സ്ക്രോൾ ടോപ്പ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ നമുക്കതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് സ്ക്രോൾ ടോപ്പ് എന്ന മെത്തേഡ് എങ്ങനെ jQueryയിൽ ഉപയോഗിക്കാമെന്നും അത് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു സിമ്പിൾ എക്സാമ്പിളുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.